ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനങ്ങളാണ് നമുക്ക് താഴെയുള്ളവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ബോർഡ് എന്ന് തന്നെ ആലോചിക്കുക. ആരൊക്കെയാണ് ഈ ബോർഡിലിരിക്കുന്നത്? ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻലി സാധാരണഗതിയിൽ എൻ്റെ ഓണേഴ്സാണ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്. ഇവരാണ് നയപരമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോളിസി ഡിസിഷൻസ് എടുക്കേണ്ടത്. ഈ പോളിസി ഡിസിഷൻസിൻ്റെ ബേസിലാണ് കമ്പനികൾ ഓടുന്നത്. ഈ പോളിസി ഡിസിഷൻസ് താഴേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതാണ് എൻ്റെ CEO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ്. ഇതെല്ലാം ഈ നയപരമായ തീരുമാനത്തിൻ്റെ ബേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നോളജും കഴിവും അറിവും അതിനു പറ്റിയ ഒരു സ്യൂട്ടബിൾ സെറ്റപ്പാണോ ഈ ബോർഡിലിരിക്കുന്ന അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡയറക്ടേഴ്സ് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനാണ്. പല സ്ഥലങ്ങളിലും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് തന്നെ കാഷ്വലായിട്ടാണ്. ഇനിയിപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊരു മീറ്റിങ്ങിൽ ഇരുന്നാൽ പോലും നമുക്ക് എന്തെല്ലാം നമുക്കറിയാവുന്ന നോളജ് ആ ബിസിനസ് ഓടിക്കുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് നോളജ് മാത്രമേ നമുക്ക് അറിയണമെന്ന് നിർബന്ധമുള്ളൂ. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ശരിയായിരിക്കാം, മുഴുവൻ നോളജും കാണുമെന്ന് വയ്ക്കാം. എന്നാലും ഇതിന് വേറൊരു രീതിയും കൂടിയുണ്ട്. നമ്മുടെ ബോർഡിലേക്ക് നമുക്ക് നോളജബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ, നോളജബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും.